മുൻ രാജ്യാന്തര ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. KCL സീസൺ തുടങ്ങാനിരിക്കെയാണ് നടപടി. ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ മാപ്പപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് വിലക്ക് നീക്കിയത്. കൊല്ലം സെയിലേഴ്സ് ടീമിന്റെ സഹ ഉടമയാണ് ശ്രീശാന്ത്. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ശ്രീശാന്തിന്റെ വിവാദപരമായ ആരോപണം. KCAക്കെതിരെ ശ്രീശാന്ത് നടത്തിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3 വർഷത്തെ വിലക്ക് KCA ഏർപ്പെടുത്തിയത്. വിലക്കിനെ തുടർന്ന് സെയിലേഴ്സിന്റേതുൾപ്പെടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രീശാന്തിനെ മാറ്റിയിരുന്നു. അസോസിയേഷനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും കേരളത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ കുട്ടികളെയും പിന്തുണയ്ക്കുമെന്നും പിന്നീട് ശ്രീശാന്ത് പ്രതികരിച്ചു. സഞ്ജുവല്ല വനിതാ ക്രിക്കറ്റർമാരായാലും പിന്തുണയ്ക്കുമെന്നും കേരളത്തിന്റെയും മലയാളികളുടെയും കൂടെ എന്നും ഉണ്ടാകുമെന്നും അതിന്റെ പേരിൽ ഒരു അസോസിയേഷനും എന്നോടൊന്നും പറയേണ്ട കാര്യമില്ലെന്നും ശ്രീശാന്ത് അന്ന് പ്രതികരിച്ചു. അസോസിയേഷനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ദൃശ്യ സാമൂഹിക മാധ്യമങ്ങളുടെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലായിരുന്നു വിലക്ക്. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ശ്രീശാന്ത് ഔദ്യോഗികമായി മാപ്പപേക്ഷ സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്ക് പിൻവലിച്ചത്. ക്രിക്കറ്റ് അസോസിയേഷന്റെ നടപടിക്കെതിരെ തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ ശ്രീശാന്ത് ഹർജി നൽകിയെങ്കിലും അനുകൂല വിധിയുണ്ടായില്ല. ഇതോടെയാണ് ഔദ്യോഗികമായി മാപ്പപേക്ഷ സമർപ്പിച്ചത്. KCAയുടെ സ്പെഷ്യൽ ജനറൽ ബോഡി യോഗത്തിൽ ശ്രീശാന്തിന്റെ മാപ്പപേക്ഷ വിശദമായി ചർച്ച ചെയ്ത് വിലക്ക് പിൻവലിക്കാൻ യോഗം ഐക്യകണ്ഠ്യേന തീരുമാനിക്കുകയായിരുന്നു. ഭാവിയിൽ ഇത്തരം നടപടികൾ ഉണ്ടായാൽ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ KCL സീസൺ മത്സരങ്ങൾക്ക് മുൻപായിരുന്നു ശ്രീശാന്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.